ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സേമിയ ഉപ്മാവാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുഴുവനായിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയല്ലോ. അപ്പം നമുക്ക് ആളെണ്ണത്തിനനുസരിച്ച് കോഴിമുട്ട എടുത്താൽ മതി കേട്ടോ. അതൊന്ന് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഉടഞ്ഞു പോകരുത്, ഒരു മീഡിയം. എന്നാൽ വേവും വേണം, എന്നാൽ വെന്തുടയാനും പാടില്ല. വെന്ത് ഉടയാനും പാടില്ല. ഞാനിവിടെ ഒരു പാക്ക് സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ നീളത്തിലുള്ള ആ ഒരു പാക്ക് ഒന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഉടഞ്ഞു പോകരുത്, ആ ഒരു ഇതിൽ വേണം നമുക്ക് ഊറ്റിയെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ സേമിയൊക്കെ വെന്തതിന് ശേഷം നമ്മളത് കൊട്ടയിൽ ഊറ്റിയതിന് ശേഷം തണുത്ത വെള്ളത്തിലൊന്ന് സേമിയൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ സേമിയ ഒട്ടി പിടിക്കുമല്ലോ, ആ ഒരു ഇത് മാറിക്കിട്ടും, അതിൻ്റെ വഴുവഴുപ്പ് മാറിക്കിട്ടും. ശേഷം നമുക്കൊരു പാൻ വെച്ച് നമ്മൾ പുഴുങ്ങിയ മുട്ട ഇതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിങ്ങാണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ മസാലക്കൊന്ന് മുട്ടയിൽ പിടിക്കുന്ന വരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് ആ പാനിൽ തന്നെയാണ് ഇതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റുമാണ്. എന്നാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കൂടുതൽ ഈ അപ്പം പുട്ടും അതൊക്കെ ഒരു ഡെയിലി ഉണ്ടാക്കുമ്പോൾ ഒരു മാറ്റം നമുക്ക് ആഗ്രഹമാണല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കിയ കുട്ടികൾക്കായാലും വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ മാറ്റിയതിന് ശേഷം ആ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കണേ. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതുപോലെ നടച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ പൊട്ടി തെറിക്കും നന്നായിട്ട്. ഒന്നും പാനിലുണ്ടായാലും ഒക്കെ തെറിച്ച് പോയിട്ടുണ്ടാകും. പിന്നെ നമുക്കൊരു ചെറിയൊരു ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടി ചതക്കിയത്, അതുപോലെ കറിവേപ്പിൻ്റെ ഇലയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 വലിയ ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. ശേഷം വലുതത് ചോപ്പ് ചെയ്ത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കുക കേട്ടോ. അതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴിക്കുക. ഉള്ളി നല്ല വഴണ്ട് വരണ്ട, ചെറുങ്ങനെ ഒന്ന് കടിക്കണം കേട്ടോ. ആ ഒരു ഇതാവുമ്പോൾ നമ്മൾ അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇതുപോലെ തന്നെ ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക. വലുതാകുമ്പോൾ 2 എണ്ണം മതി കേട്ടോ. അടച്ച് വെച്ചാൽ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് താളി വരും. ശേഷം നമുക്കതിലോട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കട്ടോ. പിന്നെ നന്നായിട്ട് തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞതിന് ശേഷമാണ് നമുക്കതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ടാൽ കുട്ടികൾക്കൊക്കെ വളരെ കഴിക്കാൻ പറ്റും, എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ മാഗി ക്യൂബൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് അതിലോട്ട് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുക. ടൊമാറ്റോ സോസ് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മനസ്സിലാവുമല്ലോ, ഇളക്കി നോക്കുമ്പോൾ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. സോയാ സോസ് ഒരു ഇത്തിരി ഫ്ലേവറിന് മാത്രം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള സേമിയം അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പിന്നെ അതിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ടൊമാറ്റോ സോസ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. വലിയവർക്കൊക്കെ ആകുമ്പോൾ സാധാ മുളകും പൊടി ഇട്ടാലും നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറുമാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, എരിവും കുറവായിരിക്കും. മക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നമ്മൾ ഈ മാഗിയൊക്കെ ഉണ്ടാക്കുന്ന സമയം ഇതുപോലെ സേമിയ കൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ പൊള്ളി ടേസ്റ്റ് ആട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗൊക്കെ കൂട്ടിങ്ങാണ്ട് കഴിക്കുക. സോസോ നമുക്ക് മയണൈസോ ഇഷ്ടമുള്ള ഇതൊക്കെ കൂട്ടി നമുക്ക് കഴിക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കഴിക്കോളൂ. സംഗതി എന്തായാലും സൂപ്പറാണ്. എൻ്റെ മക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഇതാട്ടോ. വൈകുന്നേരം ആയാലും കുട്ടികളൊക്കെ സ്കൂൾ കിട്ടുന്ന സമയത്തൊക്കെ ആയാലും നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും കാണാനൊരു ഭംഗിയുണ്ടാവും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.